ഇന്നത്തെ യാത്ര കൊല്ലങ്കോടേക്കാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ അവിടെ ഹാജരായിരുന്നു. പക്ഷേ അതിൽ ഒരു കാര്യം ഉണ്ടായില്ല. കാര്യം നല്ല പൊരി വെയിലായിരുന്നു. എന്നിരുന്നാലും പോയതല്ലെന്ന് വിചാരിച്ച് ആ പാടത്ത് നിന്ന് കുറച്ച് പ്രഹസനങ്ങളൊക്കെ കാഴ്ചവെച്ചു. പിന്നെ നേരെ പോയത് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ. ഒരുപാട് തപ്പി കണ്ടുപിടിച്ചതാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് പക്ഷേ ഞങ്ങൾ നഗ്നമായ സത്യം മനസ്സിലാക്കിയത്. കാരണം ഞങ്ങളുടെ ആരുടെ കയ്യിലും ലിക്വിഡ് മണി ഇല്ല ഗൈസ്. പക്ഷെ തോറ്റു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. അവിടെയുള്ളൊരു ചേട്ടനെ കയ്യും കാലും പിടിച്ച് ഒരു 500 രൂപ ഗൂഗിൾ പേ ചെയ്ത് വാങ്ങി. എന്നിട്ട് നല്ല ചൂട് പരിപ്പോടി നല്ല അടിപൊളി ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് വയറ് വിശന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നല്ല ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞതാ ജിബിനുവിൻ്റെ ആഷിമിൻ്റെ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു ഉത്സാഹത്തിന് സീതാർകുണ്ട് വാട്ടർഫോൾസ് കാണാൻ പോയതായിരുന്നു കേട്ടോ. അവിടെ എത്തിയ ഒരു പയ്യനോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു ആ ദൂരെ മലയിൽ നിന്ന് ഒഴുകി വരുന്നതാണ് വെള്ളച്ചാട്ടം. അങ്ങനെ മലനിരകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടവും കണ്ട് വെള്ളം ഇറക്കി ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് കൊല്ലങ്കോട് തന്നെ എത്തുകയാണ് ഗൈസ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ സൂര്യൻ ചരിച്ചില്ല. കാരണം വെയിലൊക്കെ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കൊല്ലങ്കോട് എന്ന പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഒരു ടൈം കിട്ടിയത്. നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ വീണ്ടും എൻ്റെ വക നല്ലൊരു പ്രഹസനം ഞാൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ആഷിമ് പാടത്തുനിന്ന് 1 കിലോ മത്തി ചൂണ്ടിയിട്ട് പിടിച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. പിന്നെയുള്ള അന്താരാഷ്ട്ര ചർച്ച ഈ പാടത്തുള്ള നെല്ല് എങ്ങനെ റേഷൻ കടയിൽ എത്തുന്നതായിരുന്നു. അത് ഞങ്ങളുടെ ആരുടെയും ഡൗട്ടല്ല, ആഷിമിൻ്റെ മാത്രം ഡൗട്ടായിരുന്നു. അവന് അതിനെക്കുറിച്ച് ഒരു പ്രത്യേകം ക്ലാസ് തന്നെ ഞങ്ങൾക്ക് എടുത്തു. ഇതോടുകൂടി ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഞങ്ങളുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണോ? എന്തേലും കാട്ടങ്ങള് എന്തിനും കാട്ടി അടക്കട്ടോ.